നമസ്കാരം. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ചിന്താഗതിയുള്ളവർ എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഉത്തരം പറയാം. കേരളത്തിലാണ് ഏറ്റവും കപടരും വൃത്തികെട്ട ചിന്താഗതിയുള്ളതുമായ മനുഷ്യർ ജീവിക്കുന്നതെന്ന്. ഇതെല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല, ചെറുതല്ലാത്ത ഒരു വിഭാഗത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വന്തം വീട്ടിൽ അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, അടുത്തുള്ളവൻ്റെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനാണ് പലർക്കും താല്പര്യം. ഇപ്പോൾ തന്നെ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ പെണ്ണുകാണൽ ചടങ്ങ് കാരണമാണ് പലർക്കും ഉറക്കമില്ലാതായത്. കൃഷ്ണകുമാറിനെ ചിലർ വേട്ടയാടാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. മുമ്പ് ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും അത് ചീറ്റിപ്പോയി. ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം ദിയ കൃഷ്ണയുടെ പെണ്ണുകാണൽ ചടങ്ങിന് വന്ന ഭാവി വരൻ അശ്വിൻ ഗണേഷും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിനെതിരെ വ്യാപകമായാണ് ഓരോരുത്തർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഓരോന്ന് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം മറുപടിയുമായി അശ്വിൻ ഗണേഷ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: എന്നെ അവരുടെ വീട്ടിലേക്ക് സ്വീകരിച്ചതിന് ദിയയുടെ അച്ഛനോടും അമ്മയോടും ഞാൻ ആദ്യം നന്ദി പറയുന്നു. അവരുടെ അടുത്തു നിന്നും ഇത്രയും ഊഷ്മളമായ സ്വീകരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങൾ നടത്തിയ സംഭാഷണം വളരെ പോസിറ്റീവായിരുന്നു. അവർ നൽകിയ ലഘുഭക്ഷണത്തിൻ്റെ എണ്ണത്തെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന എല്ലാവരും അറിയണം. അപ്പോൾ വൈകുന്നേരം 5 മണിയായിരുന്നു. കുറച്ചു മുൻപ് ഉച്ചഭക്ഷണം കഴിച്ചിട്ടായിരുന്നു ആ യാത്ര. എൻ്റെ കുടുംബം ശുദ്ധ വെജിറ്റേറിയൻസ് ആയതിനാൽ ഞങ്ങൾക്ക് കുറഞ്ഞ അളവിലെ വൈകുന്നേരം ലഘുഭക്ഷണം കഴിക്കാൻ കഴിയൂ. ആ വസ്തുത ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കിഷ്ടപ്പെട്ട പലഹാരങ്ങൾ മേശപ്പുറത്തെത്തിക്കാൻ ദിയയുടെ കുടുംബം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. കൂടാതെ ഇത് വളരെ അനൗപചാരിക കൂടിക്കാഴ്ചയുമായിരുന്നു. 2 കുടുംബങ്ങൾക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു. കുടുംബത്തിലെ എല്ലാവരും അവർക്കിഷ്ടമുള്ളത് ധരിച്ചിരുന്നു. ഞങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. മുഴുവൻ വിവരങ്ങളും അറിയാതെ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നത് നിർത്തണം. ഇങ്ങനെ കമൻറ്റ് ചെയ്യേണ്ടി വരുന്നത് തന്നെ കഷ്ടമാണ്. ദയവായി ജീവിക്കാൻ അനുവദിക്കുക. അതെ, ജീവിക്കാൻ അനുവദിക്കുക. ഇങ്ങനെയാണ് അശ്വിൻ സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞത്. കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ അശ്വിനും കുടുംബവും പെണ്ണുകാണൽ ചടങ്ങിനെത്തിയ ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു. എന്നാൽ അശ്വിനെയും കുടുംബത്തെയും ദിയയുടെ കുടുംബം വേണ്ട വിധത്തിൽ വിരുന്നൊരുക്കി സ്വീകരിച്ചിട്ടില്ലെന്നും ഒട്ടും താല്പര്യമില്ലാതെയാണ് ദിയയുടെ കുടുംബം ഇരുന്നിരുന്നതെന്നുമൊക്കെ വിമർശനമുയർത്തി ചിലർ. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, നടന്നത് കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ സ്വകാര്യ ചടങ്ങാണ്. അത് അദ്ദേഹമോ കുടുംബാംഗങ്ങളോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അതിൻ്റെ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളെ കീറി മുറിച്ച് വിമർശനങ്ങൾ നടത്തുന്ന പപ്പരാസികൾ തീർച്ചയായും മാനസിക രോഗികൾ തന്നെയാണ്. ഒരു വ്യക്തിയുടെ വീട്ടിലെ പെണ്ണുകാണൽ ചടങ്ങും അതേക്കുറിച്ചുള്ള വാർത്തകളുമൊന്നും എന്നെയോ ഈ പൊതുസമൂഹത്തെയോ സംബന്ധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് ഒരു കാരണമുണ്ട്. കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ ചടങ്ങല്ല വായിൽ തോന്നിയ ആരോപണങ്ങൾ പറയുന്നവരുടെ വിഷയം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. സമൂഹ മധ്യത്തിലും സമൂഹ മാധ്യമങ്ങളിലും കൃഷ്ണകുമാറിനെ അപമാനിക്കാനുള്ള പാഴ്ശ്രമങ്ങൾ ചിലർ നടത്തുന്നത് ഇതാദ്യമായിട്ടല്ല. മുമ്പും പലതവണ അവരത് ചെയ്തിരുന്നു. അദ്ദേഹം ഭക്ഷണത്തെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തെ പോലും വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലാക്കി പരമാവധി അവഹേളിച്ചു അദ്ദേഹത്തെ. ഇപ്പോൾ ഇത്തരക്കാർക്ക് വീണുകിട്ടിയ ഒരവസരമാണ് ദിയ കൃഷ്ണയുടെ പെണ്ണുകാണൽ ചടങ്ങ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൃഷ്ണകുമാറിനെ ചന്ദനത്തോപ്പ് ITIയിലെ വിദ്യാർത്ഥികൾ തടഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം നടത്തിയ പരാമർശം വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു. കൊല്ലത്ത് അവസാന നിമിഷമാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത്. കൊല്ലത്ത് പ്രവർത്തിക്കാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വിജയിക്കുകയോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തെത്തുകയോ ചെയ്യുമായിരുന്നു. കാരണം കൊല്ലത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന മുകേഷിനേക്കാളും എന്തുകൊണ്ടും 100 മടങ്ങ് മുകളിൽ തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ സ്ഥാനം. ഒരു സ്വകാര്യ ചടങ്ങിനെ പോലും വായിൽ തോന്നിയത് പറഞ്ഞ് വിമർശിക്കുന്നവരുടെ ലക്ഷ്യം കിട്ടുന്ന അവസരങ്ങളിൽ കൃഷ്ണകുമാറിനെ അവഹേളിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഇത്തരം അവഹേളനങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ മത്സരിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിനെതിരെയുള്ള പ്രചാരണത്തിന് ആയുധമാക്കാം. കൃഷ്ണകുമാർ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാം. ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ: അന്യൻ്റെ ഉമ്മറത്തും പിന്നാമ്പുറത്തും വന്ന് ഒളിഞ്ഞു നിന്ന് രഹസ്യം ചെയ്യാൻ നോക്കുന്ന നേരത്ത് വല്ല പണിക്കും പോടാ.